BJP-കാരുടെയും സംഘപരിവാറുകാരുടെയൊക്കെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു വാർത്തയുണ്ട് സാർ. സാറ് ഞെട്ടരുത്. സാറൊരു സംഘ അനുഭാവിയൊക്കെയാണെന്നാണ് എൻ്റെ ധാരണ. അവരും കൂടി സമ്മതിച്ചാൽ കൊള്ളാം. എന്തെങ്കിലും ആട്ടെ. എന്തായാലും ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ടോൺ നമുക്കറിയാം. എനിവേ, മനോരമ പറയുന്നത് മോദി വിഷമിക്കും, NDA അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മനോരമ ചാനലിൻ്റെ ഒരു ചർച്ചയാണ്. ചർച്ചയിൽ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. NDA സർക്കാർ മൂന്നാം ഊഴം മോദിക്ക് കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഈ വലിയ മത്സരമാണ്. ആന്റി ഇൻകംബൻസി ഈ മോദിയോടുള്ള ദേഷ്യം ഇവരുടെ ഫാസിസ്റ്റ് പ്രവണതകളോട് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിനുള്ള പ്രതിഷേധം വോട്ടായി മാറുകയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന ഒരു വിദൂര സ്വപ്നമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനോരമ ചാനലിലെ ചർച്ച. അതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അത് പറയുന്നു. അങ്ങനെയല്ല എന്ന് പറയാൻ പാവം അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ പിടിച്ചിരുത്തിയായിരുന്നു ചർച്ച. അദ്ദേഹം തന്നാലാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ മോദിയെ മനോരമ തോൽപ്പിച്ചു കഴിഞ്ഞു. രാഹുലാണ് പ്രധാനമന്ത്രി. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ ചർച്ച നടക്കുന്നതിന് തൊട്ട് മുമ്പ് NDTVയുടെ പുതിയ പോൾ സർവേ വന്നു. അതിലും NDAക്ക് 384 സീറ്റുകൾ എന്ന് പറയുമ്പോഴാണ് കോട്ടയം കുഞ്ഞച്ചൻ്റെ പത്രം ചാനൽ മോദി അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. ഈ NDTV പക്ഷേ അദാനിയുടെ അല്ലേ? അദാനിയുടെയാണ്. അത് പിണറായി റോയിയുടേതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. മനോരമയുടെ പോലെ തന്നെ ഒരു സർവേ. മനോരമയുടെ യെച്ചൂരുടെയും റാമിൻ്റെ ഒക്കെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ. പിണറായി റോയും ഒരു സർവേ നടത്തിയിട്ട് മോദിക്ക് വലിയ പ്രയാസമായിരിക്കും എന്ന് പറയാൻ സാധ്യത ഉണ്ടായിരുന്നു. 2019 കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മോദി വരത്തില്ല. ഇതറിഞ്ഞിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചത്, എവിടെ മോദി അല്ലാതെ ആരും വരാനില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലുകൾ പറയുന്നത് മോദി വരില്ല. വീണ്ടും ഇതേ പല്ലവി പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ ഘാതം അകലെയാണ്. ഈ ഷാനി പ്രഭാകരനൊക്കെ ആയിരിക്കും ചർച്ച നടത്തിയത്. പേരുകളൊന്നും പറയാത്ത. അപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇതാണ്. അതായത് ആ പത്രത്തിന്, ആ സ്ഥാപനത്തിന് ഒരു നയം, കോൺഗ്രസ്സിനെ ജയിപ്പിക്കണം, അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് അവർ. KC വേണുഗോപാൽ, മറ്റേ ഖാർഗെ പ്രധാനമന്ത്രിയാവുക, സോണിക്ക് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആണെന്നുണ്ടല്ലേ. അല്ല, ഇന്ന് മനോരമയിലൊരു 3 പേരുകളോ മറ്റോ ഉണ്ട്. അതിൽ ഖാർഗെ, രാഹുൽ, വേറെ ഏതൊരു പേരും കൂടി ഉണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? കോൺഗ്രസിന്റെ അല്ല, ഈ കോൺഗ്രസിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ, മോദിയുടെ അടുത്ത് താല്പര്യങ്ങളൊന്നും നടക്കുന്നില്ല. പല അന്വേഷണങ്ങളും പലയിടത്തുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ താല്പര്യത്തിന് അനുസരണമായിട്ടൊരു തിരക്കഥ ഉണ്ടാക്കുക, ആ തിരക്കഥയ്ക്കനുസരിച്ചിട്ട് ചർച്ച സംഘടിപ്പിക്കുക. അതുകൊണ്ട് വോട്ടർമാർക്കിടയിൽ എന്തെങ്കിലും ഒരു സ്വാധീനം. പണ്ടൊക്കെ പല പത്രത്തിൽ ഈ മറ്റേ പശുവും കിടാവും, അതിനു മുമ്പ് ഒരു കാള ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ സമയത്തൊക്കെ ഈ പത്രത്തിൽ ഞാൻ പഴയ പത്രമൊക്കെ കണ്ടിട്ടുണ്ട്. വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പൊക്കെ ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അത്രയും ക്രൂഡായിട്ടൊക്കെ പറയുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് ഈ ഡിജിറ്റലായിട്ടുള്ള ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇവരുടെ ഈ പോളിലല്ലാതെ വേറൊരു പോളിലും ഞാനിതിങ്ങനെ കണ്ടില്ല. ഇന്ത്യ TV മുതൽ മറ്റേ ആനന്ദ ബസാർ പത്രിക, മാതൃഭൂമി, ഇവർ ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ വരുന്നത് 400-ന്റെ മുകളിൽ പോകുമോ? അല്ല, BJPയെ മാത്രമല്ല, പറ്റിയ രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്ന മാധ്യമങ്ങളിലൊന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൽ വിനു പോലും ചർച്ച ചെയ്തത് BJPക്ക് 400 സാധ്യമോ എന്നായിരുന്നു ചർച്ച. അങ്ങനെയായിരുന്നു ചർച്ച. അല്ല, BJP അധികാരത്തിൽ വരുമോ എന്നായിരുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും 400 കിട്ടുമോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് മനോരമ ചർച്ചയിൽ മോദിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്യുക. നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ സത്യത്തിൽ ഈ 3 തവണ ഒരാൾ, ഇപ്പോൾ ഷീലാ ദീക്ഷിത് 3 തവണ ദില്ലി മുഖ്യമന്ത്രി, അതെ,
ഭയങ്കര ആൻറ്റി ഇൻകംബൻസി അവസാനം വന്നു. ഈ 2 തവണയൊക്കെ ഒരു പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ അവസ്ഥ നോക്കൂ. അല്ല സാർ, ഈ ജനങ്ങളുടെ ഈ തുടർച്ചയായി സർക്കാർ വരുമ്പോൾ ജനങ്ങളുടെ ഒരു അനിഷ്ടം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ മോദിക്കെതിരെ 3rd ടൈമിലേക്ക് വേണ്ടി മത്സരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കാവുന്ന ജനങ്ങളുടെ ജീവൽ സംബന്ധിയായിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ സാറിൻ്റെ ശ്രദ്ധയിൽ? സർക്കാരിൻ്റെ വീഴ്ചകൾ എന്ന് പറഞ്ഞ് കാട്ടിക്കാൻ. അല്ലല്ല, സർക്കാരിന് അങ്ങനെ ഇപ്പോൾ ഈ മൻമോഹൻ സിംഗിൻ്റെ 2ാം ഭരണത്തിലും ഒക്കെ ഉണ്ടായ പോലത്തെ ഈ 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഈ അഴിമതി എന്ന് പറയാവുന്ന ഒരെണ്ണം പോലും ഈ റഫേലായിരുന്നു. റഫേൽ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞു. ആകെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ഉള്ള ഈ മാധ്യമങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണത്. അവർ ന്യൂനപക്ഷ പ്രീണനം, കോൺഗ്രസ്സുകാർ ന്യൂനപക്ഷ പ്രീണനം. ഇതിന് മോദി നിന്ന് കൊടുക്കുന്നില്ലല്ലോ, മോദി സർക്കാർ. ഞാൻ ഇവിടെ ഈ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സാറ് സാന്ദർഭികമായി പറഞ്ഞപ്പോൾ ഞാനൊരു ചോദ്യം സാന്ദർഭികമായി ചോദിക്കാം. ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷ അധികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കാർ അത് നിവർത്തിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും നെഹ്റു തുടർന്നു വന്ന നയം അതായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏതൊരു പൗരനും ഉള്ള എല്ലാ അവകാശങ്ങളും മുസ്ലിങ്ങൾക്കും ഉണ്ട്. പിന്നെ എക്സ്ട്രയും ഉണ്ട്. സിഖുകാരന്, ഹിന്ദുവിന്, സിഖുവിന്, ജൈനന്, പാഴ്സിക്ക്, ക്രിസ്ത്യാനിക്കില്ലാത്ത സവിശേഷമായ പരിഗണന എന്തിനാണ് മുസ്ലിങ്ങൾക്ക് നമ്മുടെ ഭരണകൂടവും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും കൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്? പലതവണ മോദിയും ചെയ്യുന്നുണ്ട്, മോദി സർക്കാരും ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗജന്യങ്ങൾ, സ്കോളർഷിപ്പുകൾ, ആനുകൂല്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അത് കോൺഗ്രസ്സുകാരെ ഏർപ്പെടുത്തിയ ഒരു നിർത്തിക്കൂടെ? അത് നിർത്താവുന്നതാണ്. ഉദാഹരണത്തിന് ഹജ്ജ് കോട്ട നിർത്തിയല്ലോ, ഹജ്ജിനുള്ള അലവൻസ് സബ്സിഡി നിർത്തി. അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പ്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബുൽ കലാം ആസാദ്. ആസാദിന്റെ പേരിലൊരു സ്കോളർഷിപ്പ് കോൺഗ്രസ് സർക്കാരുകൾ തന്നെ നടത്തിയതാണ്. ഞാൻ പലപ്പോഴും ഈ ഹജ്ജിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ചില ആളുകളോട്, ചർച്ചയിലല്ല, അത് നിർത്തേണ്ടതാണ്. ഇത് നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പരാമർശിച്ചു പോകാൻ നമുക്ക്. അത് നിർത്തിക്കൂടെ? അല്ലെങ്കിൽ കാശി യാത്രയ്ക്കൊരു സബ്സിഡി ഏർപ്പെടുത്തിക്കൂടെ? ശബരിമലയ്ക്ക് പോകുമ്പോൾ KSRTC ഇരട്ടി ചാർജ്. അത് തന്നെ, കാശി യാത്രയ്ക്കൊരു സബ്സിഡി എന്ന് പറഞ്ഞിട്ടൊരു ഒരെണ്ണം നിൽക്കുകയാണല്ലോ, വേറെണ്ണം കൂടി ഏർപ്പെടുത്തിക്കൂടെ ഞാൻ ചോദിച്ചപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾ അന്ന് എന്നോട് പറഞ്ഞത് സ്റ്റാറ്റസ്കോ തുടരട്ടെ എന്നാണ് തീരുമാനം, ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാണ്. നമുക്കൊന്നും ഇല്ലാത്ത സവിശേഷമായ അധികാരങ്ങൾ എന്തിനാണ് കൂടുതൽ, എന്താണ് കൂടുതലുള്ളത്? അതെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സബ്സിഡി. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് അങ്ങനെ സബ്സിഡിയോ ഒന്നുമില്ല. സ്കോളർഷിപ്പ് ഇത്തവണ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മുസ്ലിം ജഡ്ജിമാരുടെ എണ്ണം കൂട്ടും. ഇങ്ങനെ ഈ അസംബന്ധത്തിൻ്റെ ഒരു തലത്തിലാണ് ജഡ്ജിമാരുടെ നിയമനത്തിനും ഇനി ജാതി നോക്കും. അവർക്ക് അതിന് അധികാരമില്ലല്ലോ, സർക്കാരിന് കൊളീജിയം അല്ലേ അത് ചെയ്യുന്നേ. പിന്നെ മിനിമം വേജസ് 400 രൂപ എന്ന്. കേരളത്തിൽ ഇപ്പം എത്രയാണ് മിനിമം വേജ് ഇല്ലേ? നമ്മളിവിടെ കൊടുക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നതൊക്കെ ഒരു ദിവസം 1000 രൂപയെങ്കിലും കിട്ടുന്നൊക്കെ കരുതിയിട്ടല്ലേ ഇവിടെ വരുന്നത്. ഞങ്ങളത് മോദിക്കെതിരെ ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് മാത്രമല്ല, മോദിയുടെ ഭരണത്തിൽ നമ്മുടെ നയതന്ത്ര രംഗം എന്തൊരു വിജയമായിരുന്നു. അത് നമ്മളെല്ലാവരുമായിട്ട് യോജിച്ചു പോകുന്നു. താലിബാൻ ഉൾപ്പെടെയുള്ള ഇറാനുമായിട്ട്, നമ്മൾ റഷ്യയുമായിട്ട്, യുക്രൈനുമായിട്ട്. അല്ല, അല്ലല്ല, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വിശപ്പ് മാറാനായിട്ട് തൊഴിൽ കൂടുതലായിട്ടുണ്ടാവണമല്ലോ. മറ്റേ എക്കണോമിക് സോൺസ് ഒക്കെ വരിക, മനുഷ്യന് ജോലി ഉണ്ടായിരിക്കുക, മര്യാദക്കുള്ള ശമ്പളം കിട്ടുക, പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വരിക, നിക്ഷേപം. പുറത്തുനിന്നുള്ള പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് സാർ. അപ്പോൾ പുറമെ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായ ട്രാക്കിലെത്തിക്കുകയും ദൃഢീകരിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ
അത് ആ ഒരു വ്യവസ്ഥ സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അരാജകത്വം നടമാടുന്ന ഒരു രാജ്യത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഭീഷണികളെ പരമാവധി ഒഴിവാക്കുക, എന്നിട്ട് പരമാവധി സഹായം ഉണ്ടാക്കുക, സൗഹൃദം ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. പ്രകടന പത്രികയിൽ എന്താണോ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് 2019 അതൊക്കെയാണ് നടപ്പാക്കിയത്. ഓൾമോസ്റ്റ് എല്ലാം നടപ്പാക്കിയെന്ന് മോദി എല്ലാ റാലികളിലും പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടസ്റ്റ് ചെയ്യാലോ. ഒരെണ്ണം നടപ്പാക്കിയില്ല. UCC അത് മറ്റേ 3-2 കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങ് പറഞ്ഞ ഈ ചർച്ച ഒന്നും കിട്ടില്ല, തോറ്റു എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷേ 3-2 വരുമ്പോ ഇതൊന്നും ആരോടും ചോദിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് ലോകമാകെയുള്ള ചർച്ച. മാത്രല്ല മോദി വിഷമിക്കുമെന്ന് പറഞ്ഞ മനോരമയ്ക്ക് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തത് പുനഃസ്ഥാപിക്കുമെന്നോ, രാഹുൽ പോയി അവിടെ പ്രസംഗിച്ചതാണ്, കാശ്മീരിൽ പോയി ഞങ്ങൾ വന്നാൽ പുനഃസ്ഥാപിക്കുന്നത്, അത് സ്ക്രാപ്പ് ചെയ്തത് റദ്ദാക്കുമെന്നോ, CAA കാര്യം പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് മനോരമയ്ക്ക് ചർച്ചയില്ല. CAA കാര്യം മിണ്ടിയിട്ടേ ഇല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ. മോദിയെ 6 മാസം കഴിഞ്ഞ് ഇനി 6 മാസം കഴിഞ്ഞുള്ള ഉച്ചകോടിക്കൊക്കെ ഓൾറെഡി ക്ഷണിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങൾക്കൊക്കെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. മറ്റേ ഇവര് വാൾ സ്ട്രീറ്റ് ജേർണലില് മോദിയെ വന്ന് കണ്ട്, മോദി ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പത്രത്തിന് ദിനത്തന്തിക്ക് ഇന്റർവ്യൂ കൊടുത്തു. തമിഴ് അത് സാധാരണ അദ്ദേഹം കൊടുക്കാത്ത, അവിടെ കൊടുത്ത പോലെ വാൾ സ്ട്രീറ്റ് ജേർണലിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ അയോധ്യയൊക്കെ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത് ഇന്ത്യ വലിയ തോതിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പോളിസികളിൽ, സാമ്പത്തിക നയത്തിൽ, ഈ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സൂപ്പർ പവർ എന്നുള്ള നിലയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ മുഖ്യധാരയിൽ വരുന്നില്ല. അതുപോലും മോദിക്ക് നന്മയാവുമോ? ഗാർഡിയനിൽ വന്ന അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ 10-20 ദിവസം തെരഞ്ഞെടുപ്പിനുണ്ട്. 20 ദിവസം, 26-ാം തീയതിയല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പം മോദിയല്ല, രാഹുൽ ശക്തി ആർജിക്കുന്നു, രാഹുൽ ആഞ്ഞടിക്കുന്നു, രാഹുൽ പറന്നു നടക്കുന്നു, മോദി ക്ഷീണിക്കുന്നു, മോദി കുഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഹെഡ്ലൈൻസും ചർച്ചകളും ഇനിയും വരാം. അങ്ങനെ വരുമ്പോഴും യാഥാർത്ഥ്യം നിലനിൽക്കുമല്ലോ. കുഴപ്പമില്ല സാറേ, കഴുത കരഞ്ഞും മനോരമ പറഞ്ഞും തീർക്കട്ടെ. അതായത് ഇവർ ഈ പറയുന്നതാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അമേഠിയിൽ വീണ്ടും ഈ അമേഠിക്ക് സമയമുണ്ട്. ഈ വയനാട് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചാൽ മതി. അങ്ങനെ അമേഠിയിലും കൂടി ഒന്ന് പോയി മത്സരിക്കട്ടെ രാഹുൽ ഗാന്ധി. അത്രയും ചങ്കുറപ്പുണ്ടെങ്കിൽ ഈ മനോരമയ്ക്ക് മനോരമയ്ക്ക് മാത്രമല്ല കേട്ടോ, അതെടുത്ത് പറയണം, കേരളത്തിലെ ഒരു മാധ്യമത്തിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ സ്വന്തം കൊടി പോലും ഉപയോഗിച്ചില്ല എന്ന് വാർത്തയായില്ല. പക്ഷെ എന്നാൽ ദേശീയ ദിനപത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ഹെഡ്ലൈൻസ് ആയിരുന്നു. അപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയ ആവട്ടെ, പ്രിന്റ് ആവട്ടെ, എത്ര വലിയ ദാസ്യപ്പണിയാണ്, കോൺഗ്രസിൻ്റെ കുഴലൂത്തുകാരായാണ് മാറുന്നത്. അല്ലെങ്കിൽ ക്രിട്ടിക്കലി പൊളിറ്റിക്സ് അനലൈസ് ചെയ്ത് ഒരു കാര്യം വായനക്കാരന്റെ മുന്നിൽ, പ്രേക്ഷകന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർ നിർലജ്ജം മടിക്കുന്നവരാണെന്ന് തെളിഞ്ഞൊരു ഉദാഹരണമായിരുന്നു. ഇപ്പൊ പുതുച്ചേരിയില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ടല്ലോ. അവിടെ മാഹിയില് കോൺഗ്രസും CPM-ഉം ഏറ്റുമുട്ടുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കണ്ണൂരിന്റെ അകത്തിരിക്കുന്നതാണ് മാഹി. അതിന് പാർട്ടി പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ, അല്ല എങ്കിൽ അവിടെ കോൺഗ്രസും CPM-ഉം തമ്മിൽ മാഹിയിൽ ഏറ്റുമുട്ടിയില്ല എങ്കിൽ വടകരയിൽ പ്രതിഫലിക്കും അത്രേ എതിരായിട്ട്. എന്ത് വൃത്തികേടാണ് അല്ലേ? ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ച് നിൽക്കുക. ആരോ പറഞ്ഞൊരു തമാശ സാറ് കണ്ടായിരുന്നോ? നമ്മുടെ D രാജ, CPയുടെ ദേശീയ സെക്രട്ടറി, രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രസംഗിക്കും. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവണം എന്ന് പറയും. വൈകിട്ട് ആനി രാജയുടെ കിടന്നുറങ്ങാൻ വരുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി തോക്കണം വയനാട്ടില്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടോ, അതൊരു പ്രാദേശിക പ്രശ്നം മാത്രമാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. ഈ പ്രകടന പത്രിക CPയുടെ അവതരിപ്പിക്കാമെന്നപ്പോൾ ആളുകൾ ചോദിച്ചു അവിടുത്തെ കാര്യം. അതൊരു പ്രാദേശിക കാര്യം മാത്രമാണ്. പക്ഷേ അവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത്
പറയാതിരിക്കാൻ വയ്യ പിണറായി വിജയനാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ ഞങ്ങളുടെ സീറ്റിൽ രാഹുൽ വന്ന് മത്സരിക്കുന്നത് രാഷ്ട്രീയമായി അധാർമികതയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അല്ല, CPIയുടെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചും പോകാമായിരുന്നല്ലോ, അവരൊരു മുന്നണിയിലാണെന്നുള്ള ന്യായം വെച്ചിട്ട്. അങ്ങനെ ആയിക്കോട്ടെ, എന്ത് കാര്യമില്ല. കാരണം അത് കേരളത്തിൽ CPM-ന് അല്ല LDF-നാണ് പ്രാമുഖ്യം, ഭരണകക്ഷി എന്ന നിലയിലാണ്. LDF-ന് ഈ പരിഗണന രാഹുൽ ഗാന്ധി കൊടുക്കുന്ന കേരളത്തിലെ ഭരണകക്ഷി ആയതുകൊണ്ടാണ്. ഒരു തലയെണ്ണി കാണിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരു വെയിറ്റ് കൂടും. അതല്ല, കോൺഗ്രസ് രാഹുലിനെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടാണ് കാണുന്നതെങ്കിലോ? ശരിയായിരിക്കാം. കാരണം മോദി പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക പോലെ ഉണ്ട്. വയനാട്ടിൽ നിന്ന് പൊന്നാനിക്ക് എത്ര ദൂരമുണ്ട്? വളരെ കുറവാണ്, ഓട്ടോറിക്ഷയിൽ പോകാവുന്ന. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.